മലപ്പുറം തിരൂരങ്ങാടിയിൽ കുടിവെള്ളത്തിൽ ഷിഗല്ലയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ഇളനീർ പാർലർ അടപ്പിച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മെയ് 30 നടത്തിയ പരിശോധനയിലാണ് സാമ്പിൾ ശേഖരിച്ചത്. മലപ്പുറം ജില്ലയിൽ ഷിഗല്ല മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് തിരൂരങ്ങാടിയിലെ ഒരു ഇളനീർ പാർലറിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം അവിടെ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അത് കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ മാസം 30-ാം തീയതി തിരൂരങ്ങാടിയിൽ വ്യാപകമായിട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. എല്ലാ കടകളിൽ നിന്നും അവിടെ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ സാമ്പിളും ശേഖരിച്ചിരുന്നു. ഇങ്ങനെ ശേഖരിച്ച സാമ്പിളിലാണ് ഇപ്പോൾ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പറയുന്നത്, കടവുടമസ്ഥർ പറയുന്നത് അത് പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ സാമ്പിളാണ് ശേഖരിച്ചതെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിലും അത് ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമാണ് ഉണ്ടാക്കുക. ഈ വെള്ളം ഉപയോഗിച്ച് കഴുകുന്ന ഗ്ലാസ്സിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് അപകടകരമായ അവസ്ഥയാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് ഇത് അനുവദിക്കാനാകില്ല എന്ന നിലപാടിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പുള്ളത്. തുടർന്നാണ് അവർക്ക് തടസ്സുകൂട്ടാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ സാഹചര്യങ്ങൾ മാറി എന്ന് ലാബ് റിസൾട്ടുകളുടെ സഹായത്താൽ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഇനി അവർക്ക് തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുവാദം നൽകുകയുള്ളൂ. മലപ്പുറത്ത് പലയിടങ്ങളിലും പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് മാത്രമാണ് ഈ ഷിഗല്ലയുടെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. ഏതാണ്ട് ഒരാഴ്ചയോളം സമയം ഈ പരിശോധന ഫലം ലഭിക്കാൻ വേണം എന്നതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ വിവിധ ഇടങ്ങളിൽ നിന്ന് ശേഖരിച്ച വെള്ളത്തിൻ്റെ ഫലം വരാനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ച കീഴാറ്റൂർ സ്വദേശിനിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചത്. തുടർന്ന് ആരോഗ്യവകുപ്പും വലിയ ജാഗ്രതയിലാണ് ജില്ലയിലുള്ളത്. അതിന് പിന്നാലെയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പരിശോധനയിൽ ആളുകൾ ഇളനീർ പാർലറിൽ ഒരുപാട് വരുന്നൊരു സ്ഥലം കൂടിയാണ്, കോളേജിനടുത്തുള്ള സ്ഥലം കൂടിയാണ്, അവിടെ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.